എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ എന്താണെന്നല്ലേ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ ഹോസ്റ്റൽ കുട്ടികൾക്കും നമുക്ക് ഗൾഫിലൊക്കെ പോകുന്നവർക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ബീഫ് വരട്ടിയാണ്. നമുക്കിത് കുറേ നാളത്തേക്ക് കേടുകൂടാതെയൊക്കെ ഇരിക്കുവേ. അപ്പം ഹോസ്റ്റലിലുള്ള മോന് വേണ്ടി ഞാനിത് തയ്യാറാക്കുന്നതാണ്. അപ്പം ഞാനൊരു 4 കിലോ ബീഫ് ഉപ്പും മുളകും മഞ്ഞൾ പൊടി ഇട്ട് പിന്നെ വേവിച്ച് വെള്ളമൊക്കെ വറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നമുക്കിനി തയ്യാറാക്കാം. അതിനുവേണ്ടി ഇതുപോലെ ഉള്ളിലേക്ക് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല രുചിയെ. അതിനകത്തേക്ക് ഒരു 50 ഗ്രാമിന് മുകളിൽ വെളുത്തുള്ളിയുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കണേ. അതിനുശേഷം ഇഞ്ചിയും കൂടെ ഒരു 50 ഗ്രാം ഇഞ്ചിയുണ്ട്. അതും കൂടി ചെറുതായിട്ടൊന്ന് ഞാൻ കൊത്തി അരിഞ്ഞിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഇറച്ചി വേവിക്കുമുണ്ടല്ലോ, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് അതിനകത്ത് ഇട്ട് വേവിക്കുവാണെങ്കിലും കുഴപ്പമില്ല. ഞാനത് അതിനകത്തിട്ട് വേവിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് സെപ്പറേറ്റ് ഫ്രൈ ആക്കി ചേർക്കുവാണേ. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി വരണം. നമ്മൾ പിന്നെ അതിനകത്ത് വെള്ളമൊക്കെ ശരിക്കും വറ്റിച്ചെടുക്കണേ. അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഇത് കുറേ നാൾ ഇരിക്കേണ്ടതല്ലേ, അതുകൊണ്ട് കേടായിപ്പോവും. അതാണ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് വറുത്ത് വരണം, നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കണം. അപ്പം ഞാൻ അച്ചാറായിട്ട് ഇടുന്നില്ല, കാരണം അച്ചാറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഗ്രേവി പോലെ വിനാഗർ ഒഴിക്കണം, ഗ്രേവി ആയിട്ട്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും കുട്ടികളല്ലേ, അവർ തുറക്കുമ്പോൾ ഒന്നും സൂക്ഷിക്കുന്നില്ല, സ്പൂണൊക്കെ നനഞ്ഞ് ഇടും, അങ്ങനെ ഒരു സ്മെല്ല് പിടിക്കും. അങ്ങനെയൊക്കെ ഒരു ഇതുള്ളതുകൊണ്ട് ഇത് നല്ല ഡ്രൈ ആയിട്ടിരിക്കും. അപ്പം നല്ല ടേസ്റ്റാണ് കണ്ടോ. ഇതിപ്പം ഞാൻ കോരി എടുക്കുവാണേ. കോരി എടുക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഇതിപ്പം ചെറുതായിട്ടാണല്ലോ വറുത്ത് കോരിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഇനി ചുമന്നുള്ളിയാണ്, ഞാൻ ഒരു 1/4 കിലോ ചുമന്നുള്ളി ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പം ഇത് ഫ്രൈ ആയതിൻ്റെ കൂട്ടത്തിൽ ഇത് ഇടുമ്പം പലതിൻ്റെ കുക്കിംഗ് ടൈമൊക്കെ പലതായിരിക്കുമല്ലോ. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കരിഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. അപ്പം ഞാനത് വറുത്ത് കോരി വെച്ചതിന് ശേഷം ഒരു 1/4 കിലോ ചുവന്നുള്ളിയാണ്. അത് ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. അത് നമ്മൾ വഴറ്റിയെടുത്ത പോരാ, ഫ്രൈ ആക്കി എടുക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ സവോള ഫ്രൈ ആക്കി എടുക്കുകയല്ലേ, അതുപോലെ തന്നെ ഈ കൊച്ചുള്ളിയും കൂടെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. അപ്പം ഇതും കൂടെ നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരണം. റെഡ് കളറെല്ലാം നല്ല ബ്രൗൺ കളറെല്ലാം വരുന്നതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യും. അപ്പോൾ 4 കിലോ ഇറച്ചി നമ്മൾ അത് കുക്ക് ചെയ്ത് വന്നപ്പോഴത്തേനും അത്ര ഒന്നുമില്ല കേട്ടോ, കുറച്ച് കുറയില്ല. വെള്ളമെല്ലാം വറ്റി വരുമ്പോഴത്തേനും അതിൻ്റെ അളവൊക്കെ നന്നായിട്ട് കുറയും, അറിയാമല്ലോ. അപ്പം ഇതാ ഫ്രൈ ആയി വരുന്നുണ്ട് ഏകദേശം. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കും. കറിവേപ്പില ഈ വെളിച്ചെണ്ണയ്ക്കകത്താണല്ലോ നമ്മളിത് ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വെളിച്ചെണ്ണയുടെ ഈ കറിവേപ്പിലിൻ്റെ എല്ലാം കൂടെ സ്മെല്ലെന്ന് പറയുമ്പം മൂക്കിലേക്ക് നല്ല അടിച്ചം കയറുവാണ്. നല്ലൊരു സ്മെല്ലാണ്, വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ്. ഇനി നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് ഇപ്പം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഒരു 2 സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും ഒക്കെ നേരത്തെ ഇറച്ചിയിലിട്ട് വേവിച്ച് വെച്ചതാണ്, അതുകൊണ്ട് എരിവുള്ള മുളകാണ് നമ്മൾ നോക്കിയിടണം. പിന്നെ ഇത് പെരിഞ്ജീരകമാണ്, ഗരം മസാല, പെരിഞ്ജീരകം ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ കുത്തിപ്പൊടിച്ച, അതായത് മുളകുണ്ടല്ലോ, ഞാൻ വറ്റൽമുളക് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, മേടിച്ചൊന്നുമല്ല. പിന്നെ കുരുമുളക് പൊടി ഒരു 2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ആ പച്ചമണം എല്ലാം ഒന്ന് മാറിയതിന് ശേഷം പിന്നെ നമ്മൾ അതിലെ ഇറച്ചി ഇതാണ് നന്നായിട്ട് വറ്റിച്ച് വെച്ചിരിക്കുന്നതാണ്, വെന്ത് വറ്റിയിരിക്കുന്നതാണ്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട്, പ്രത്യേകിച്ചൊന്നുമില്ല, കുറേ സമയത്ത് ഇതുപോലെ ഇളക്കി നന്നായിട്ട് ഒരു കറുത്ത കളറാകുന്നത് വരെ നമ്മൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കുറച്ച് സമയത്ത് പണിയുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ ഇടിയിറച്ചിയായിട്ട് ഉണ്ടാക്കി കൊടുത്തത്. ഇടിയിറച്ചി എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, ഞാൻ കുറച്ചും കൂടെ ഇടുന്നുണ്ട്. ഇടിയിറച്ചി ഞാൻ ഇതുപോലെ തന്നെ ഇതൊന്ന് മിക്സിയിൽ വേവിച്ചത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിനകത്തിട്ടിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി അത് നമ്മൾ ഇതുപോലെ ഡ്രൈ ആയിട്ട് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇടിയിറച്ചി ഉണ്ടാക്കി കൊടുത്ത് വിട്ടത്. അപ്പോൾ അത് ഇഷ്ടമായിരുന്നു ചെറുക്കന്.
നന്നായിട്ട് കഴിച്ചു. അപ്പം ഞാൻ ഓർത്തു അത് പൊടിച്ചൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറേ കൂടുതലുണ്ട്, ഇതാകുമ്പം ഇങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ഇത് നല്ല രുചിയാണ്. നമ്മൾ കുറേ സമയത്തൊന്ന് ഇളക്കി ഇങ്ങനെ എണ്ണയ്ക്കകത്തിട്ട് ഇളക്കി ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്ക് ഒന്ന് ഇച്ചിരി നേരം ഒന്ന് നമ്മൾ റെസ്റ്റ് ചെയ്യാം, കൊടുക്കാൻ കഴിക്കുക. പക്ഷെ ഒത്തിരി നേരം അങ്ങനെ ഇളക്കാതിരിക്കരുത്, അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് മീനച്ചാറും ഇട്ടിട്ടുണ്ടായിരുന്നു ചെറുക്കൻ. ഇന്നിപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ ദിവസത്തേനേ ഉള്ളൂ, മറ്റന്നാൾ പോകും. അപ്പോൾ ഈ ഹോസ്റ്റലിലെ ശാപ്പാടൊന്നും അങ്ങ് ആശാൻ ഇഷ്ടപ്പെടുന്നില്ല. പഠിക്കാൻ വിട്ടാണേലും ഫുഡിലാണ് പ്രിയം മൊത്തം. നല്ല ടേസ്റ്റി ഫുഡ് വേണം. അപ്പോൾ ഹോസ്റ്റൽ ഫുഡ് തീരെ അങ്ങോട്ട് പിടിക്കുന്നില്ല. ഇന്നും പരാതി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കത്തില്ല. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പൈസ പിന്നെ അയച്ചു കൊടുത്തോണ്ടിരിക്കണം. ഒന്നും കഴിച്ചില്ലെന്നും പറഞ്ഞ് പട്ടിണി ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമമല്ലേ. അതുകൊണ്ട് പിന്നെ നമ്മൾ അന്നേരം പിന്നെ പൈസ അയച്ചു കൊടുക്കും. അങ്ങനെ ഇത് തുടങ്ങിയിട്ട് 2-3 വർഷമായി. ഇനി 1 വർഷം കൂടി ഉണ്ട്. അപ്പോഴത്തേനും നമ്മളൊരു പരുവാകും. ഉണ്ട് ഈ രീതിയിൽ നന്നായിട്ട്. ഇതിപ്പോൾ കുറച്ച് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഡ്രൈ ആണ്. ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാകാൻ പാടില്ലേ. ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ട് ഇതുപോലെ ഇളക്കി നല്ല ഡ്രൈ ആയിട്ട് വരും. ഇച്ചിരി നല്ല കറുത്ത കളറിൽ. അപ്പോൾ ഈ ക്യാമറയിൽ ഇങ്ങനെ അത്ര കറുപ്പ് കളർ കാണുന്നില്ല അല്ലേ, ഒരു ബ്രൗൺ കളർ പോലെ കാണുന്നത്. അതാ ക്യാമറ ഫോണിൻ്റെയാണ്. പക്ഷെ നല്ല ഒരു ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾ വീടുകളിൽ നിന്നൊക്കെ ഗൾഫിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ഹോസ്റ്റൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കിക്കേ. കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഇച്ചിരി ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ. ഹോസ്റ്റലിൽ ഭയങ്കര കംപ്ലൈൻ്റ് ആണ് ഫുഡൊക്കെ. എന്ത് ചെയ്യാനാ, നമുക്കിപ്പം സഹിക്കല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കൂടെ പോയി നിന്നുകൊണ്ട് ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? അത് കാരണം ഇങ്ങനെ വരുമ്പോഴൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക, അല്ലാതെ ഒരു നിവൃത്തിയില്ല. അപ്പം ഗൾഫിലേക്കൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിലും ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്ത് വിടുവാണെങ്കിൽ കുറേ നാളത്തേന് കേടുകൂടാതെ ഇരിക്കും കേട്ടോ. ഇത് നമ്മൾ 1 മാസത്തേനൊക്കെ കണക്കാക്കി കൊടുക്കുന്നത്. പക്ഷേ ഒരാഴ്ച കൊണ്ട് പാത്രം കാലിയാക്കി വെക്കും, അത് വേറെ കാര്യം. ഇപ്പം ബീഫൊക്കെ അല്ലേ പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ളൊരു സാധനമാണ്. അവർ അതൊന്നും അങ്ങനെ സൂക്ഷിക്കൊന്നുമില്ല. ഇപ്പോൾ ഒരു കുപ്പിക്കകത്ത് കൊടുത്ത കുപ്പി 1 സ്പൂണ് 2 സ്പൂൺ എടുക്കാൻ പറഞ്ഞാൽ ഒന്നിച്ച് ഒരൊറ്റ കുടയില്ല. അത് ഒരു കുപ്പി കൊടുത്താൽ ചിലപ്പോൾ 2-3 പ്രാവശ്യം കൊണ്ട് തീർക്കും. കുടഞ്ഞിട്ട് ഒറ്റ തീർക്കല. എന്ത് ചെയ്യാനല്ലേ. സൂക്ഷിച്ച് കഴിക്കുന്ന പിള്ളേർ കാണും. എൻ്റെ മോൻ അങ്ങനെയൊന്നുമല്ല. അവന് എടുത്തിട്ടൊരു കുടയിലാണ്. ടേസ്റ്റും കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ട. അപ്പം ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളൊക്കെ പുറത്തുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ, നല്ലതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ ബൈ.